കൊയിലാണ്ടിയിലെ CPM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകത്തിൽ പ്രതി അഭിലാഷിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കൂടാതെ കൊലപാതകത്തിലെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ BJP യുവമോർച്ചയും പരാതി നൽകി. BJP കോഴിക്കോട് ജില്ലാ നേതൃത്വം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. വ്യാജ വാർത്ത നൽകിയ ഇടത് മാധ്യമങ്ങൾക്കെതിരെ യുവമോർച്ച വാർത്താ വിതരണ മന്ത്രാലയത്തിനെയും സമീപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേർന്നുണ്ട്. ആനന്ദ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗം PV സത്യനാഥനെ സമീപത്തുള്ള ക്ഷേത്രോത്സവത്തിൻ്റെ ഗാനമേളയ്ക്കിടയിൽ വെച്ച് മാരകമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇയാളുടെ തന്നെ മുൻ സുഹൃത്തും ഈ CPMന്റെ സജീവ പ്രവർത്തനമായ അഭിലാഷാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചത്. എന്നാൽ ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഈ ഒരു കൊലപാതകത്തിൻ്റെ കാരണം ഈ BJPയുടെയും RSSന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു വ്യാപക നീക്കം ഇടത് പ്രൊഫൈലിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടത് അണികൾക്ക് അപ്പുറത്തേക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകളടക്കം ഫേസ്ബുക്ക് വഴി ഇത്തരത്തിൽ BJPയെയും RSSനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. RSS ആണെങ്കിൽ BJPയാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള തുടങ്ങിയുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ഇതിനെതിരെ BJP ആ സമയത്ത് തന്നെ ശക്തമായി രംഗത്ത് വന്നിരുന്നെങ്കിലും പാർട്ടി ചാനലടക്കം ഇത്തരത്തിലൊരു വാർത്ത തന്നെയാണ് പുറത്തുവിട്ടിരുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ ഈ കൊലപാതകയെ പിടികൂടാൻ പോലീസിന് സാധിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചുരുളെഴുന്നത്. ആ നാട്ടുകാരുടെ അപ്പുറത്തേക്ക് ആ നാട്ടുകാരുടെ പൊതു അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ ഇയാളൊരു പാർട്ടി പ്രവർത്തകനാണ്, BJP പ്രവർത്തനമല്ല എന്നുള്ള അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കേരളം മുഴുവൻ അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു സംശയത്തിന് ഇട നൽകിയിരുന്നു. ഇതിനെതിരെ തന്നെയാണ് BJPയുടെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പരാതിയുമായി ഇന്നലെ രംഗത്ത് വന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം BJP പരാതി നൽകിയിട്ടുണ്ട്. ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തിയ എല്ലാവർക്കെതിരെയും IT ആക്ട് പ്രകാരം കേസെടുക്കണം. വിജിൻ MLA തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന വിജിൻ MLA അടക്കമുള്ള ആളുകൾക്കെതിരെ നിർബന്ധമായും കേസെടുക്കണം എന്ന് തന്നെയാണ് BJP ആവശ്യപ്പെടുന്നത്. യുവമോർച്ചയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടി ചാനലിനെതിരെ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ച പാർട്ടി ചാനലിനെതിരെ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിനടക്കം പരാതി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യുവമോർച്ച. എന്തായാലും ഈ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ പ്രതിയെ പോലീസിന്റെ കസ്റ്റഡിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇയാളുടെ മൊഴികളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണം എന്നാണ് പ്രതി ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത്. അതായത് തന്നെ സംരക്ഷിക്കാൻ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഈ ലോക്കൽ ശ്രമിച്ചത് എന്നാണ് ഈ പ്രതിയായിട്ടുള്ള അഭിലാഷ് ഇപ്പോൾ മൊഴികൾ പുറത്തു വന്നിരിക്കുന്നത്. തന്നെ മറ്റു പാർട്ടിക്കാർ ആക്രമിക്കുമ്പോൾ അടക്കം തന്നെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചില്ല, അതുകൊണ്ടുള്ള മുൻവൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി അഭിലാഷ് ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ നിന്നും നമുക്ക് വ്യക്തമാവാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ CPMന്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണെന്നാണ് പൊതുവെ BJP ഇതിനെ വിലയിരുത്തുന്നത്. അതായത് ഒരു കൊലപാതകം നടക്കുമ്പോൾ ആദ്യം തന്നെ മറ്റ് പാർട്ടിക്കാരുടെ തലയിലേക്ക് ചാരിക്കൊണ്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു രീതി CPM കാലങ്ങളായി എടുക്കുന്നതെന്നാണ് ഇന്നലെ അടക്കം BJPയുടെ ജില്ലാ പ്രസിഡന്റ് VK സജീവൻ സൂചിപ്പിച്ചത്. ഇത് ആദ്യ സംഭവമല്ല. മുൻകാലങ്ങളിലും CPM സമാനമായിട്ടുള്ള രീതികൾ വഴി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് വഴി നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ആദ്യമായല്ല എന്നാണ് ഇന്നലെ VK സജീവൻ ജനൻ TVയോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ, അതായത് പ്രതിയെ അത്രയും പെട്ടെന്ന് പിടികൂടിയുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ആളുകളിലേക്ക് എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു അസ്വസ്ഥതയ്ക്ക്, നാടിന്റെ അസ്വസ്ഥത നീങ്ങി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. വിഷ്ണു, ആനന്ദ, മറ്റൊരു കാര്യം, ഇന്നലെ രാത്രിയാണ് ഈ പ്രതി അല്ലെങ്കിൽ ഈ കൊലയ്ക്ക് ഉപയോഗിച്ചുള്ള ആയുധം കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഈ വരും മണിക്കൂറിൽ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നല്ലേ കരുതേണ്ടത്? അത് തീർച്ചയായും ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ പ്രതി ഇയാളെ സത്യനാഥനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളടക്കം പോലീസ് പിടികൂടിയത്. ഇന്ന് കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ തന്നെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കേസിന്റെ തുടർ നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. അതിനുശേഷം റിമാൻഡിലാവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു. ആ തലത്തിൽ വളരെ അടുത്തടുത്ത് താമസിക്കുന്ന, ഏകദേശം 200 മീറ്റർ മാത്രം അകലെ താമസിക്കുന്ന ഈ രണ്ട്, ഈ മരിച്ച ആളും ഈ കൊലപ്പെടുത്തിയ ആളും തമ്മിലുള്ള വീടുകളിൽ അകലെന്ന് പറയുന്നത് ഏകദേശം 200-250 മീറ്റർ ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തലത്തിൽ ആളുകളെ നാടി നടുക്കിയ ഈ ഒരു കൊലപാതകത്തിന് തുടർ നടപടികൾ എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. പ്രതി വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റഡി എടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നു. ഇത് വലിയ ഒരു സംശയത്തിന് തന്നെ മറ നീക്കുന്നതിന് സാധിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഏകദേശം രാവിലെയോട് കൂടി തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടും, പോലീസിന് വിട്ടുകിട്ടും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പിന്നീട് തെളിവെടുപ്പും കേസിനെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. കൊയിലാണ്ടിയിലെ CPM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകത്തിൽ പ്രതി അഭിലാഷിനായി പോലീസ് എന്ന കസ്റ്റഡി അപേക്ഷ നൽകും. കൂടാതെ കൊലപാതകത്തിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ BJPയും യുവമോർച്ചയും പരാതി നൽകി. BJP കോഴിക്കോട് ജില്ലാ നേതൃത്വം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്.
അതേസമയം വ്യാജ വാർത്ത നൽകിയ ഇടത് മാധ്യമങ്ങൾക്കെതിരെ യുവമോർച്ച വാർത്താവിതരണ മന്ത്രാലയത്തെയും സമീപിച്ചു. ആനന്ദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.